നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ടു കാക്കകൾ. ഒരിക്കൽ ഒരു കാട്ടിൽ രണ്ട് കാക്കകൾ ഉണ്ടായിരുന്നു. ഒന്നിന്റെ പേര് ചിന്നുകാക്ക, ഒന്നിന്റെ പേര് മിന്നുകാക്ക. അവർ രണ്ടുപേരും വളരെയധികം സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ അവർക്കിടയിൽ തർക്കമുണ്ടായി. ഞാനാണ് വലിയവൻ. അല്ല ഞാൻ തന്നെ. അല്ല ഞാൻ തന്നെ. അല്ല ഞാൻ തന്നെ. മിന്നുകാക്ക പറഞ്ഞു, എന്നാൽ നമുക്കൊരു പന്തയം വെക്കാം. കനമുള്ള സഞ്ചിയും കാലിൽ തൂക്കി പറക്കണം. അതിൽ ഉയരത്തിൽ പറക്കുന്ന ആളാണ് വിജയി. ചിന്നുകാക്ക ഒരു ദുഷ്ട മനസ്സുള്ള കാക്കയായിരുന്നു. സ്വന്തം സഞ്ചിയിൽ പനിത്തുണ്ടുകൾ നിറച്ചു. മിന്നുവിന്റെ സഞ്ചിയിൽ ഉപ്പാട്ടെ നിറച്ചത്. മത്സരം തുടങ്ങി. ചിന്നുകാക്ക ഉയരത്തിൽ പറന്നു, കാരണം അവന്റെ സഞ്ചിയിൽ പനിത്തുണ്ടുകളായിരുന്നു. മിന്നുകാക്ക താഴ്ന്നും പറന്നു, കാരണം അവന്റെ സഞ്ചിയിൽ ഉപ്പായിരുന്നു. ഇവർ രണ്ടുപേരും കുറച്ചു ദൂരം മഴ ചാറാൻ തുടങ്ങി. ചിന്നുകാക്കയുടെ സഞ്ചിയിൽ പനിത്തുണ്ടുകളായിരുന്നു. അവന്റെ സഞ്ചിക്ക് ഭാരം കൂടി. മിന്നുകാക്കയുടെ സഞ്ചിയിലാകട്ടെ ഉപ്പായിരുന്നു. മഴത്തുള്ളികൾ വീണ് അവന്റെ സഞ്ചിയുടെ ഭാരം കുറഞ്ഞു. അതുകൊണ്ട് മിന്നുകാക്കയ്ക്ക് ഉയരത്തിൽ പറക്കാനും സാധിച്ചു, പന്തയത്തിൽ വിജയിക്കാനും സാധിച്ചു. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. എപ്പോഴും സത്യം മാത്രം വിജയിക്കും. എന്റെ കൊച്ചു കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.